നമസ്കാരം, ഏവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പത്തനംതിട്ട സ്റ്റൈല് ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, ഒരു 15 ചെറിയുള്ളി ഞങ്ങൾ അരിയാതെ മുഴുവനായിട്ട് തന്നെയാണ് ഇടുന്നത്. അതാണ് നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 സവാള, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു തക്കാളി. പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ പത്തനംതിട്ട സ്റ്റൈല് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് ചിക്കൻ കറി വെക്കാനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ള ഓയിൽ അനുസരിച്ച് എടുത്ത് ചെയ്യാവുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങ നല്ല ബ്രൗൺ കളറായി വരണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഉപ്പ് ചേർത്ത് വഴട്ടരുത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത്, ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സവാള അങ്ങ് വഴണ്ടു പോവും. അതുകൊണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനു വേണ്ടിയാണ് ഉപ്പ് ചേർക്കരുതെന്ന് പറഞ്ഞത്. ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് ഒന്നും കൂടെ വഴറണം. നമ്മുടെ ചെറിയുള്ളി ദാണ്ട് മുറിച്ചിട്ടിട്ടില്ല, മുഴുവനെയാണ് ചെറിയുള്ളി ഇടുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്.
നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടികൾ, എന്നാലേ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല കളറ് കിട്ടത്തുള്ളൂ. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയുടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർക്കാനാണ്. മൊത്തത്തിൽ നമ്മൾ ഒരു ടീസ്പൂണാണ് കുരുമുളക് പൊടി എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. എല്ലാം നല്ല മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിലെ മസാലയൊക്കെ പിടിക്കത്തക്കവണ്ണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പൊടികളെല്ലാം വ്യത്യാസം വരുത്താം. കുറച്ച് ചിക്കനാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയിൽ വ്യത്യാസം വരുത്താം. ഇതുപോലെ ചിക്കനിൽ നല്ലതായിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി, ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി നമുക്ക് ഒരു ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം ചെറിയ തീയിലിട്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. ചിക്കന് വെന്തോ ഇതിനാവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ചിക്കന് വെന്തിട്ടില്ല. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി ഒരു 3 മിനിറ്റ് കൂടെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കറി തുറന്നു നോക്കി, നല്ല വെന്ത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി വെന്ത് കഴിഞ്ഞു. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചിക്കനൊക്കെ വെന്ത് മസാലയൊക്കെ പിടിച്ച് കുറുകി ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പത്തനംതിട്ട സ്റ്റൈലിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്തൊരു ടേസ്റ്റി വിഭവമായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.